ലേറ്റിട്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കും എന്താ രാവിലെ കടി ഉണ്ടാക്കണ്ടേന്ന് നോക്കിയിട്ട്. അമ്മമാർക്കെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? രാവിലെ ഏറ്റുമ്പോൾ എന്ത് കടിയാണ് ഇന്ന് ഉണ്ടാക്കേണ്ടത്, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്നൊരു ടെൻഷനല്ലേ? അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ ചേച്ചി വന്നപ്പം പഴം കൊണ്ടുവന്നായിരുന്നു. എന്നാൽ പിന്നെ നമ്മുടെ എന്നും തള്ളലായ പുട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. കണ്ടാലോ? നാട്ടിൽ നിന്ന് വന്നപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന അവിടെ വീട്ടിലേക്ക് ചേച്ചി ഇങ്ങോട്ട് വന്നപ്പം പഴം ഇങ്ങോട്ട് എടുത്തു. നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കി. പുട്ടും പഴവും ചായയും. ആഹാ, ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടം കേട്ടോ. മോൻ മാത്രം കഴിക്കുകയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുട്ടൊക്കെ ഉണ്ടാക്കും. എനിക്ക് പുട്ടും അപ്പമൊക്കെ ഇഷ്ടം. ഇവിടെ പിള്ളേർക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഉള്ളൂ. എനിക്കും ചേട്ടായിക്കും പുട്ടും അപ്പവും നമ്മുടെ നാട്ടിലെല്ലാ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമാണേ. ഇവർക്ക് ഇവിടുത്തെ ദോശയും ഇവിടുത്തെ സാമ്പാറൊക്കെ ഇഷ്ടം. അതൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ പുട്ടും പഴവും കൂടെ കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പോയി. ഇനി നാളെ എന്ത് ഉണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനായിരിക്കുമേ. എല്ലാ അമ്മമാർക്കും ഇങ്ങനെയല്ലേ? കാരണം ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവധിയും കൂടെ തുടങ്ങിയല്ലോ. ഇനി എന്തുണ്ടാക്കും, എന്ത് കൊടുക്കും എന്നുള്ളൊരു ടെൻഷനാണ്. മക്കളുടെ വയറ് നിറച്ചാലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അയ്യൊന്നും പറയണ്ട. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ?